ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കേട്ടറ്റ് പരീക്ഷയുടെ സഹായമാകുന്ന സൈക്കോളജിയിൽ നിന്ന് ഒരു ഭാഗം നോക്കാം. ഗാർട്ട്നർ അവതരിപ്പിക്കുന്ന ബുദ്ധിയുടെ ബഹുതലങ്ങൾ ഏതൊക്കെ എന്ന ക്വസ്റ്റ്യനാണ് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ബഹുമുഖം, പ്രത്യേകത, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ഒന്നാമത് ഭാഷാപരമായ ബുദ്ധി. അതിന്റെ പ്രത്യേകത ജന്മസിദ്ധമായ ഭാഷാ ഘടകം എല്ലാവരിലും ഉണ്ട്. കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ. രണ്ടാമതായി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. അതിന്റെ പ്രത്യേകത യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും സഹായിക്കുന്നു. കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ നിർമ്മിക്കുക, ചോദ്യം ചോദിക്കൽ, പ്രശ്ന പരിഹരണം, പരസ്പര ബന്ധം കണ്ടെത്തൽ. മൂന്നാമതായി ദൃശ്യ സ്ഥല പരബുദ്ധി. വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്നതിനും മനോചിത്രണം നടത്തുന്നതിനും. പ്രവർത്തനം ചിത്രങ്ങൾക്ക് നിറം കൊടുക്കൽ, കൊളാഷ് നിർമ്മാണം, പോസ്റ്ററുകൾ, ചിത്രരചന. നാലാമതായി സംഗീതപരമായ ബുദ്ധി. അതിന്റെ പ്രത്യേകത വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ബുദ്ധി. പ്രവർത്തനങ്ങൾ കവിതകളുടെ താളം കണ്ടെത്തൽ, താളാത്മക ചലനം, സമാന താളം കണ്ടെത്തൽ, ശ്രാവ്യ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തൽ. അഞ്ചാമതായി ശാരീരിക ചലനപരമായ ബുദ്ധി. അതിന്റെ പ്രത്യേകത ഒരാളുടെ ശരീരത്തെ അതിന്റെ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാകുന്ന ബുദ്ധി സവിശേഷത. പ്രവർത്തനങ്ങൾ കരകൗശല പ്രവർത്തനങ്ങൾ, നിർമ്മാണം, നാടകീകരണം, അഭിനയം, അനുകരണം, കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ. ആറാമതായി വ്യക്തിയാന്തര ബുദ്ധി. പ്രത്യേകത മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുള്ള കഴിവ്. പ്രവർത്തനങ്ങൾ സഹവർത്തിത പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, പഠനയാത്ര, ഇന്റർവ്യൂ. 7 ആന്തരിക വൈയക്തിക ബുദ്ധി. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സാക്ഷാത്കാരത്തിലെത്താനുമുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. അതിന്റെ പ്രവർത്തനങ്ങൾ ജേണലുകൾ തയ്യാറാക്കൽ, വായനക്കുറിപ്പ് തയ്യാറാക്കൽ, തത്വാത്മക പ്രവർത്തനങ്ങൾ, ചർച്ച, സംവാദം. 8 പ്രകൃതിപരമായ ബുദ്ധി. താനും പ്രകൃതിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവിലൂടെ പ്രകൃതിയോട് ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നതിന് ഈ ബുദ്ധിയുടെ സഹായത്തിലാണ്. ഇതിന് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ പ്രകൃതി നിരീക്ഷണം, സസ്യജന്തുജാലങ്ങളുടെ സവിശേഷ തിരിച്ചറിയൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ, കൃഷിവിദഗ്ധമായ അഭിമുഖം. 9ാമതായി അസ്തിത്വപരമായ ബുദ്ധി. തത്വശാസ്ത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്റെ നിലനിൽപ്പ്, അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവ്. പ്രവർത്തനങ്ങൾ മഹത് വചനങ്ങൾ, ദിനാചരണങ്ങൾ, അനുസ്മരണങ്ങൾ, അസംബ്ലി, ക്ലബ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തൽ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാർട്ട്നർ അവതരിപ്പിക്കുന്ന ബുദ്ധിയുടെ ബഹുതലങ്ങൾ. എല്ലാവരും പഠിക്കുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.